കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിൽ കോൺഗ്രസ് അഴിച്ചുപണിക്കും അടിമുടി മാറ്റത്തിനും ഒരുങ്ങുകയാണെന്ന വാർത്തയെത്തിയിരുന്നു. അതോടൊപ്പം കോൺഗ്രസിൽ 2 വിഭാഗങ്ങളിലായി നേതാക്കൾ ചേരിതിരിയുന്നതിനും നേതൃത്വം സാക്ഷിയായി. വി.ഡി. സതീശൻ നേതൃത്വം കൊടുക്കുന്ന യുവനേതാക്കളും അവർക്കെതിരായി മുതിർന്ന നേതാക്കളും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ പുനഃസംഘടന ഏത് രീതിയിൽ പോകുമെന്ന് കണ്ടറിയണം. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭരണം ലഭിച്ചാൽ മുതിർന്ന നേതാക്കളെ തള്ളി യുവനിരയ്ക്ക് അധികാരം ലഭിക്കുമോ എന്ന ആശങ്കയും സതീശൻ മുഖ്യമന്ത്രിയാകുമോ എന്ന ചിന്തയുമാണ് മുതിർന്ന നേതാക്കളുടെ ഈ ഒന്നിക്കലിന് കാരണം. രമേശ് ചെന്നിത്തലയെ മുൻനിർത്തിയാണ് മുതിർന്ന നേതാക്കൾ ചരടുവലിക്കുന്നത്. പാർട്ടിയിൽ പുനഃസംഘടന വേണമെന്ന് മുതിർന്ന നേതാക്കൾ ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും കെ സുധാകരനെ മാറ്റുന്നതിൽ ആർക്കും താൽപ്പര്യമില്ല. കെ സുധാകരനെ മാറ്റിയാൽ സതീശനെയും സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാണ് ആവശ്യം. വി.ഡി. സതീശനെ ഒതുക്കാൻ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം കെ സുധാകരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എ.കെ. ആന്റണി തുടങ്ങിയ മുതിർന്ന നേതാക്കളും അതോടൊപ്പം എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും നിലകൊള്ളുന്നുണ്ട്. 2026 മുന്നണി അധികാരത്തിലെത്തിയാൽ നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയാകാൻ നറുക്കുവീഴുക വി.ഡി. സതീശന് തന്നെയായിരിക്കും. അതിനുള്ള നീക്കങ്ങളും സതീശൻ നടത്തുന്നുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടാണ് ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ പല മുതിർന്ന നേതാക്കളും ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കുന്നത്. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ യുവനേതാക്കളാണ് വി.ഡി. സതീശനൊപ്പം നിൽക്കുന്നത്. പുനഃസംഘടനാ ചർച്ച തുടങ്ങിയിട്ടില്ലെന്ന് നേതാക്കൾ പറയുമ്പോഴും രഹസ്യ നീക്കങ്ങൾ ശക്തമാകുന്നുണ്ട്. ബുധനാഴ്ച രാത്രി മുതിർന്ന നേതാക്കളായ എ.കെ. ആന്റണിയെയും രമേശ് ചെന്നിത്തലയെയും കണ്ട് സുധാകരൻ പുനഃസംഘടനയ്ക്ക് പിന്തുണ നേടിയിട്ടുണ്ട്. സുധാകരനെ സ്ഥാനത്ത് തന്നെ ഇരുത്തി മറ്റ് സ്ഥാനങ്ങളിലേക്ക് പുനഃസംഘടന എന്ന അജണ്ടയ്ക്കാണ് ഈ മുതിർന്ന നേതാക്കൾ പിന്തുണ നൽകിയതെന്നാണ് വിവരം. എന്നാൽ വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള യുവനേതാക്കൾ ഇത് എതിർക്കുവാനാണ് സാധ്യത. യുവനേതാക്കൾക്ക് സ്ഥാനങ്ങൾ കൂടുതൽ കൊടുത്ത് സ്ഥിരമായി കസേര കയ്യേറുന്ന മുതിർന്ന നേതാക്കളെ ഒഴിപ്പിക്കുവാനായിരിക്കും ഇവരുടെ നീക്കം. യുവത്വങ്ങൾക്ക് സ്ഥാനങ്ങൾ ലഭിക്കുന്നില്ല എന്ന പരാതി നേതൃത്വത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അതിനാൽ മുതിർന്ന നേതാക്കളുടെ സ്ഥാനം തെറിക്കുമോ എന്നും യുവനേതാക്കൾ ആ സ്ഥാനം കയ്യേറുമോ എന്നും കണ്ടറിയാം. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.